നീ 1000 കടലാസ് കുറ്റികൾ മടക്കിയാൽ നിന്റെ ആഗ്രഹം സഫലമാകും. ജീവിതത്തിന്റെ സൗന്ദര്യം അനുഭവിച്ച് ജീവിക്കണമെന്നായിരുന്നു സഡാക്കോയുടെ ആഗ്രഹം. നിശ്ചയദാർഢ്യത്തോടെ കടലാസ് കഷ്ണങ്ങളും അവളുടെ ഭാവനയും ഉപയോഗിച്ച് സഡാക്കോ കുറ്റികൾ മടക്കി. അവളുടെ മുറി നിറയെ വർണ്ണാഭമായ കുറ്റികൾ കൊണ്ട് നിറഞ്ഞു. അത് പ്രത്യാശയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായി. കണ്ണീരുണങ്ങാത്ത ഹിരോഷിമയും നാഗസാക്കിയും. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ. ഓർമ്മകളുടെ ഏടിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത, ലോകം നടുക്കത്തോടെ മാത്രം ഓർമ്മിക്കുന്ന കറുത്ത ദിനങ്ങൾ. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം സംഹാര താണ്ഡവമാടിയ കൊടും ഭീകരത. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ച ലിറ്റിൽ ബോയ്, ചെറിയ കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ട യുറേനിയം ബോംബാണ് ഹിരോഷിമയിൽ തീമഴയായി പെയ്തിറങ്ങിയത്. തുടർന്ന് ഓഗസ്റ്റ് 9 രാവിലെ 10:55 ജപ്പാനിലെ മറ്റൊരു പട്ടണമായ നാഗസാക്കിയിലും ഫാറ്റ്മാൻ, തടിച്ച മനുഷ്യൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് അമേരിക്ക പരീക്ഷിച്ചു. അണുബോംബ് പ്രയോഗം തകർത്തെറിഞ്ഞത് ലക്ഷക്കണക്കിന് ജീവനുകളെയാണ്. മനുഷ്യർ നിന്ന നിൽപ്പിൽ ഉരുകി ആവിയായി പോയ അതിഭീകരമായ അഗ്നിതാണ്ഡവത്തിൽ ഹിരോഷിമ നഗരം വെന്തു വെണ്ണീറായി.